ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ ലിസൺ 24 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 medieval history and cultural medieval history. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഗോൾഡൻ പീരീഡ് ഓഫ് ദ മുഗൾസ് 1556 1707 ഒക്കെ തുടങ്ങിയിരുന്നു. അക്ബർ 1556 1605 ഒക്കെ നമ്മൾ പറഞ്ഞു. ഒരു മാപ്പും പറഞ്ഞിരുന്നു. ക്യാമറയുടെ ക്ലാരിറ്റി പോയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഗോൾഡൻ പീരീഡ് ഓഫ് ദ അതിൽ നോട്ടബിൾ ഫാക്ട്സ് അബൌട്ട് ജലാലുദ്ദീൻ അക്ബർ ഫസ്റ്റും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന് ഹൈ പോയിന്റ്സ് ഓഫ് ഷേർഷാങ്സ് റൂൾ എന്ന് പറഞ്ഞ സൈഡിൽ ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ സെന്റൻസ് ഒക്കെ. ഈ ടോപ്പിക്കാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് നമ്മൾ ഈ വീഡിയോയിൽ പറയില്ല. നമ്മൾ ഗോൾഡൻ പീരീഡ് ഓഫ് ദ മുഗൾസും അക്ബറും ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. The golden period of the Mughals 1556 1707. Golden period of the Mughals 1556 1707. Akbar 1556 1605. Akbar 1556 1605. Humayun's ultimately death in 1556 left the task of further imperial conquest and consolidation to his 13-year-old son Jalaluddin Muhammad Akbar 1556 1605. Following a decisive military victory at the Second Battle of Panipat in 1556, the regent Bayram Khan pursued a vigorous policy of expansion on Akbar's behalf. As soon as Akbar came of age, he began to free himself from the influences of overbearing ministries, court factions, and harem intrigues, and demonstrated his own capacity for judgment and leadership. A workaholic who seldom slept more than 3 hours a night. He personally oversaw the implementation of his administrative policies, which were to form the backbone of the Mughal Empire for more than 200 years. He continued to conquer, annex, and consolidate an empire with far-flung territories. It was bound by Kabul in the northwest, Kashmir in the north, Bengal in the east, and burned the Narmada River in the south, an area comparable in size to the Mauryan territory some 1800 years earlier. ഇനി ഒരു മാപ്പാണ് പറയണം. മാപ്പ് 2.3 അക്ബേഴ്സ് കിങ്ഡം. മാപ്പ് 2.3 അക്ബേഴ്സ് കിങ്ഡം. കാബൂൾ കാശ്മീർ കാണ്ഡഹാർ ശ്രീനഗർ ലാഹോർ മുൾട്ടാൻ കാബൂൾ കാശ്മീർ കാണ്ഡഹാർ ലാഹോർ ശ്രീനഗർ മുൾട്ടാൻ ബലൂചിസ്ഥാൻ പാനിപ്പട്ട് ഡൽഹി തേറ്റ ജയ്സാൽമീർ കറാച്ചി അമർകോട്ട് ജയ്സാൽമീർ ജോധ്പൂർ ആഗ്ര അജ്മീർ എവാർഡ് ഫത്തേപൂർ സിക്രി ബനാറസ്
Samsram, Patna, Patna, Bihar, Gor, Hubli, Bengal, Ajmer, Ahmedabad, Gujarat, Malwa, Kandesh, Bearer, Surat, Gor, Hubli, Bengal, Godbana, Ahmednagar, Bidar, Bijapur, Golconda, Bay of Bengal, Pelagars, Arabian Sea, Indian Ocean. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ജസ്റ്റ് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടത് ദയവത് ക്ഷമിക്കുക. മാപ്പ് 2.3 ആഗ്ബോസ്കി ഉണ്ടോന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കണം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. മാപ്പ് 2.3 ആഗ്ബോസ്കി ഉണ്ടാവും. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ടോപ്പിക്ക് പറയാം. ഡാഗ് ആൻഡ് Chehra. Dag was the imperial mark branded on the horses of the soldiers so that they could not be exchanged with the low quality horses. Chehra was a descriptive role of the soldiers. It was to ensure that the saivars recruited by the nobles were experienced and well mounted. It was also to avoid any kind of proxy in the battlefield. ഡാഗ് ആൻഡ് ചെഹ്റയാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടോപ്പിക്ക് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കാം. ഇനി വരുന്നത് അക്ബേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലാണ്. ഇതിന് ബാലൻസ് ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദിൻ ഐ ഇലാഹി നോക്കാം. അതിനുശേഷം അക്ബേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കാണിക്കണം എന്നുള്ളൂ വീഡിയോയില്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ടോപ്പിക്സുകളൊക്കെ ഓർത്തിരിക്കാമല്ലോ എന്തായാലും. അപ്പൊ അങ്ങനെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇത് എവിടെയാ വരുന്നത്? Din I Ilahi. Akbar took on his role as suggested by Abul Fasil as a spiritual leader of his people very seriously. He devoted a considerable amount of time and resources to sorting out the common truth in the multiple religions he ruled over. From this concern, he developed a new religion he called Din Ilahi, or the religion of God, believing as Muslims do that every faith contained the essential truth that God is unified and one. He sought to find the unifying aspects of all religions. He originally began this project long before he came up with Din I Ilahi by sponsoring a series of debates at his court between representatives of the various religions, which included Christianity, Catholics and Jesuits, Hindus 7,
Zoroastrians, Zoroastrians and Jains. Eventually, he included members of the ulama, but the debates did not go well because of the intolerant attitude and behavior of the Jesuit participants who wanted to convert Akbar and not discuss the formation of a universal religion. Akbar was a devout and, so he said, an orthodox Sunni Muslim. Still, aspects of his belief were in part derived from Shia Islam, Din-i-Ilahi, the religion that would synthesize the world's religions into a single religion that he established was predominantly based on Islam. Like Islam, it was rationalistic and was based on one overriding doctrine, the doctrine of Tawhid. God is one, singular and unified. Akbar also elevated the notion of Wahdat al-Wujud, or unity of the real, to a central religious idea in his new religion. The world as a creation of God is a single and unified place that reflects the singularity and unity of its creator. Finally, Akbar fully subscribed to the Islamic idea of the perfect man represented by the life of the prophet or by the Shiite imamate. There is little question that Akbar expected Abdul Fasil's notion that he was the divine light and was a perfect man. He assumed the title revealer of the internal and depictor of the real, which defined his role as a disseminator of secret knowledge of God and his function of fashioning the world in the light of this knowledge, which defined his role as a disseminator of secret knowledge of God and his function of fashioning the world in the light of this knowledge. In addition to Islam, however, Din-i-Ilahi also contained aspects of Jainism, Zoroastrianism, and Hinduism. Din-i-Ilahi borrowed respect and care for all living things from Jainism, and from Zoroastrianism it derived sun worship and especially the idea of divine kingship. This later innovation deeply disturbed the ulama. They regarded it as outright heresy. The notion of divine kingship, however, would last throughout the history of the Mughal Empire. The later innovation deeply disturbed the ulama. They regarded it as outright heresy. The notion of divine kingship, however, would last throughout the history of the Mughal Empire. ഇനി നമ്മൾ പറയുന്നത് അക്ബേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ. In order to govern this territory, Akbar developed a bureaucracy and a system of autonomy for the imperial provinces. Akbar's bureaucracy was among the most efficient in the world. He put military governors or manasabardars
In charge of each region. Each governor was responsible for the provincial military and as in the Ottoman state. As in the Ottoman state was directly responsible for all abuses, abuse of power and mistreatment of the poor or weak resulted in severe punishments. Abuse of power and mistreatment of the poor or weak resulted in severe punishments and death, just as in the Ottoman Empire. Each military governor was put in charge by the Padshah himself, so he could be dismissed at will. The most important part of the bureaucracy was tax collection. Akbar made several innovations. His tax, like in all other states, was a land tax that amounted to 1/3 of the value of the crops produced on it each year. However, the tax was assessed equally on every member of the empire, a radical innovation considering that other states in the 16th century rarely taxed the nobility. He also eliminated the tax assessed on non-Muslims from the beginning of Islamic expansion. A special tax was levied on non-believers. This special tax called the jizya. This special tax called the jizya was bitterly resented by all during the Muslim rule in India. In addition, Muslim rulers in India charged non-believers traveling to various Hindu pilgrimage sites a pilgrimage tax. Akbar eliminated this tax in 1564. A large part of Akbar's administrative efforts were directed towards winning over the Hindu population. The Rajput kingdoms had never fully accepted Islamic rule, but the revocation of the jizya and the pilgrimage taxes helped in calming their restiveness. Akbar also included vast number of Hindus in the official bureaucracy. By the end of the reign, almost 1/3 of the imperial bureaucracy were Hindus. He cemented relations with the various kingdoms by marrying the daughters of the kings. By the end of this process, he had over 5,000 wives, almost all of whom he married for political reasons. His favorite wife, however, was a Hindu, and she gave birth to his successor, Jahangir. His most successful administrative coup, however, was allowing Hindu territories to retain a large degree of autonomy. In all other Muslim kingdoms, non-Muslims came under the same law, the Sharias as all Muslims. Akbar, however, allowed the Hindus to remain under their own law, called the Dharmashastra, and to retain their own courts. This loose style of government, in which territories were under the control of the emperor but still largely independent, became the model that the British would emulate as they slowly built the colonial model of government in the 8th and 9th centuries. His most successful administrative coup, however, was allowing Hindu territories to retain a large degree of autonomy. In all other Muslim kingdoms, non-Muslims came under the same law, the Sharias as all Muslims.
Akbar, however, allowed the Hindus to remain under their own law, called the Dharmashastra, and to retain their own courts. This loose style of government, in which territories were under the control of the emperor but still largely independent, became the model that the British would emulate as they slowly built the colonial model of government in the 8th and 9th centuries. His most successful administrative coup, however, was allowing Hindu territories to retain a large degree of autonomy in all other Muslim kingdoms. Non-Muslims came under the same law, the Sharia as all Muslims. Akbar, however, allowed the Hindus to remain under their own law, called the Dharmashastra, and to retain their own courts. This loose style of government, in which territories were under the control of the emperor but still largely independent, became the model that the British would emulate as they slowly built the colonial model of government in the 8th and 9th centuries. The political theory of Akbar's state കൂടി നമ്മൾ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോയിൽ നമ്മുടെ മൈക്ക് ഓഫായി പോവുകയാണെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം, അത് പ്രത്യേകം പറയാണ്. കാരണം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ക്യാമറയുടെ ക്ലാരിറ്റി പോയി, അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്തേക്കുന്നതാണ്. ഓരോ ടൈമിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിൽ ചാർജ് ഒരു പക്ഷേ കാര്യമായിട്ട് ഉണ്ടാവില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ടോപ്പിക് കൂടി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. The political theory of Akbar's state. There was considerable disagreement during the reigns of Babur, Humayun and Akbar over the nature of monarchy and its place in Islamic society. Many Islamic scholars under Babur and Akbar believed that Indian monarchies were fundamentally un-Islamic. At the heart of the problem was the fact that none of the invading monarchs were approved by the Caliph, but rather were acting solely on their own. The majority of Islamic scholars, however, concluded that the monarch was divinely appointed by God to serve humanity, and that the Indian Sultanate or the Mughal Padshah was acting in the place of the Caliph. The political theorists and Islamic scholars surrounding Akbar were deeply influenced by Shiite Islam. In particular, they subscribed to the Shiite notion that God had created a divine light that is passed down in an individual from generation to generation. This individual is known as the Imam. The central theorist of Akbar's reign was Abdul Faisal, who joined Akbar's court in 1574 and is considered one of the greatest political theorists in Islamic history. He believed that the imamate existed in the form of just rulers. The imam in the form of a just ruler had secret knowledge of God, was free from sin, and was primarily responsible for the spiritual guidance of humanity. This, to a certain extent, made the Padshah superior to the Sharia or Islamic law, and the Islamic scholars who interpreted it, needless to say, Orthodox Islamic scholars bitterly opposed this political theory and instead advocated a close partnership between the ulama or Islamic
religious and legal scholars, and the Sultan or Padshah Abdul Faisal was also deeply influenced by Plato's philosophy, as it had been handed down by Muslim philosophers. In particular, he argued for Plato's concept of the philosopher king. In particular, he argued for Plato's concept of the philosopher king, who, by virtue of his talent, wisdom, and learning, deserved to be obeyed by all others. He saw Akbar as the embodiment of the perfect philosopher king from a religious standpoint. Akbar's state was built on the principle of sulakul or universal tolerance. All religions were to be equally tolerated in the administration of the state, hence the repeal of the jizya and the pilgrimage tax. In Akbar's theory of government, the ruler's duty is to ensure justice for all the people in his care, no matter what their religion. From a religious standpoint, Akbar's state was built on the principle sulakul or universal tolerance. All religions were to be equally tolerated in the administration of the state, hence the repeal of the jizya and the pilgrimage taxes. In Akbar's theory of government, the ruler's duty is to ensure justice for all the people in his care, no matter what their religion. From a religious standpoint, Akbar's state was built on the principle sulakul or universal tolerance. All religions were to be equally tolerated in the administration of the state, hence the repeal of the jizya and the pilgrimage taxes. In Akbar's theory of government, the ruler's duty is to ensure justice for all the people in his care, no matter what their religion. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദ പൊളിറ്റിക്കൽ തിയറി ഓഫ് അക്ബേഴ്സ് സ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭാഗ്യമുണ്ട് നമ്മുടെ മൈക്ക് ഓഫായിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ തന്നെ പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് സോഷ്യൽ റിഫോംസ്, high points of Akbar's reign, Mansabdari system spelling mistake ന്റെ ദയവ് ക്ഷമിക്കുക. ഫത്തേപൂർ സിക്രി. Notable facts about Jalaluddin Akbar II. Jahangir 1605-1627. Notable facts about Jahangir. Shahjahan 1628-1658. Shahjahan 1628-1658. Art and culture under Akbar. Topic. സോറി, നമ്മുടെ മൈക്കിൽ എന്താ പറയുക, മൈക്ക് ഓഫായി പോയി. നമ്മൾ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഓഫായി പോയേക്കുന്നത്. ഞാൻ പറയണ കാര്യം നിങ്ങൾക്ക് വീഡിയോയിൽ വാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ തെറ്റുകൾ, ഡ്രോബാക്സ്, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ദയവേത് ക്ഷമിക്കുക. ഇത്തിരി പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിപ്പീറ്റേഷൻ ആണെങ്കിൽ ദയവേത് ക്ഷമിക്കുക. എനിക്കറിയില്ല ഇത് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പെട്ടെന്ന് ഓഫായി പോയതാണ് മൈക്ക്.
നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാറുള്ളത് സാധാരണ മൈക്ക് ഓഫായി പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഞാൻ എടുത്തു പറയുന്നത്, എന്തെങ്കിലും പറയാണ്ടിരിക്കാനാവില്ല. അപ്പം നിങ്ങളുടെ ദയവായിട്ടുള്ളൊരു സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയണം, നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഈ വീഡിയോ ബേസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോ ആയാലും നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതുപോലെ തന്നെ പോരായ്മകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. അപ്പോൾ ഞാനതൊക്കെ നിങ്ങളോട് ദയവേത് ക്ഷമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് അല്ലാണ്ട് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാനാവില്ല. ഇപ്പം ഇതന്നെ എക്സ്പ്ലനേഷൻ വളരെ കുറവാണ് നമ്മുടെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒരു എന്താ പറയുക ദയവായിട്ടുള്ളൊരു മനസ്സും നിങ്ങളുടെ ദയവായിട്ടുള്ളൊരു റെസ്പോൺസുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഞാൻ പ്രത്യേകം പറയാണ്. ഇപ്പം മൈക്ക് ഓഫായി പോകുന്ന കാര്യമാണെങ്കിലും നമുക്ക് ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരണം, എന്നാലേ ശരിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തെങ്കിലും. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ദയവേത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണം, മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയും കൂടി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂറും സംതിങ്ങോണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ മൈക്ക് ഓഫായി പോകാൻ കാരണം. നേരത്തെ പറഞ്ഞിരുന്നു അത് വീഡിയോയിൽ. അപ്പം എന്തായാലും നമ്മൾ ടോപ്പിക്സ് ഒരുപാട് കവർ ചെയ്യാനുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഒഴിവാക്കിയാനെ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർക്കാനാവുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ നമ്മൾ രാത്രി എടുത്തേക്കുന്ന വീഡിയോ ആണ്, 2 വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മൾ പരമാവധി വീഡിയോ നല്ലതാക്കാൻ ശ്രമിക്കും, പക്ഷേ ടൈമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്പ്ലനേഷനൊക്കെ കുറയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും അങ്ങനെ പാടില്ല. ഒരു 6 times ഒക്കെ പറയണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ക്ലാസ്സൊക്കെ. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്നേ നിങ്ങളെ അറിയിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ എന്തായാലും ഒരുപാട് തവണ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പക്ഷെ സ്പീഡ് കൂടുതലാണ് ക്ലാസ്സിനൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഡ്രോബാക്സ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ നല്ലതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത്രേ നമുക്ക് പറയാനാവുള്ളൂ. ബാക്കി നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം, എല്ലാ വീഡിയോസും. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ വീഡിയോസൊക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുക. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആ വീഡിയോസ് എന്നൊക്കെ ഹെഡ്ഫോൺ വെച്ച് നിങ്ങൾ വാച്ച് ചെയ്താൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, റിപ്പീറ്റേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞ സംസാരത്തിൽ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിലൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കാരണം കൊണ്ടാണ്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ല CSET എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSET എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.